അവധിയാണ്. ഇന്ന് ലോക പ്രമേഹ ദിനാണ്. ഇന്നത്തെ തീമിനെ കുറിച്ച്, ഈ വേൾഡ് ഡയബറ്റിക് ഡേയുടെ തീമിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡയബറ്റിക് ആൻഡ് വെൽബീയിങ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഡയബറ്റിക് ഇൻ ദ വർക്ക് പ്ലേസ്. അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ ഡയബറ്റിക്കിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീമുമായിട്ട് വരുന്നത്. ഒരുപാട് പേര് ഡയബറ്റിക്സ് ഉള്ളവരാണ്. അവരെല്ലാം വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് 80% പേര്. അതുകൊണ്ട് തന്നെ അവരൊരുപാട് വർക്ക് പ്ലേസിൽ നമ്മുടെ പകുതിയോളം സമയം വർക്ക് പ്ലേസിലാണ് അവര് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കുറെ സമയം ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇത് ഒരു സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നതും കുറെ സമയം ഇരിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ വയറിൽ അടിഞ്ഞു കൂടുന്ന കൊഴുത്ത് കൂടാനും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും ഒക്കെ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഇരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കൂട്ടാനായിട്ട് നമ്മുടെ മൂവ്മെന്റ് അത്യാവശ്യമാണ്. ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വന്നിരിക്കുക, വെള്ളമൊന്ന് കുടിക്കാൻ പോവുക, അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊരു മൂവ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവര് സ്ട്രെസ് ഭയങ്കരമായിട്ട് അവര് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പലതരം സ്ട്രെസ്, അത് കോർട്ടിസോൾ ലെവൽ ഉയരാനും അതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ കൂടാനും കാരണമാകുന്നു. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസുകൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബ്രീത്തിങ് എക്സസൈസുകൾ വർക്ക് പ്ലേസിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ചില ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള മീൽ ടൈം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ലഞ്ച് ഡിലേ ആവുക, ഗ്ലൂക്കോസിന്റെ റിതം തന്നെ ഷൂട്ട് ചെയ്ത് ഇരിക്കും, ചിലപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. അങ്ങനെ ഒരു റിതം ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള മീൽ ടൈം കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വർക്ക് പ്ലേസിൽ ഒരു 12:30-ക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഒരു 2-3 മണി വരെ മീറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 12:30-ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകുക. ഒത്തിരി സമയങ്ങൾ നമ്മൾ തന്നെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ മീൽ ടൈമിംഗ് കൃത്യമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും പോകാതിരിക്കുക, ഒരു മീലും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവലിന് ഇൻക്രീസ് ചെയ്യാൻ അത് കാരണമാകുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ മുന്നിൽ തന്നെ വെക്കുക. വർക്ക് പ്ലേസിൽ നമുക്ക് എപ്പോൾ ആവശ്യം വരുന്ന വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള കൾച്ചർ, സപ്പോർട്ടീവ് ടീം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മാനേജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകാനും ഹാപ്പി ആയിട്ട് പോകാനും മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് അല്ലാതെ കൊണ്ടുപോകാനും ഒക്കെ കഴിയും. സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാനായിട്ട് പറ്റും. വർക്ക് പ്ലേസിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തോടെ ഇരിക്കാനും ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രത്യേകിച്ച് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു മീലായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി സ്നാക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ ഒരു ഭക്ഷണ രീതിയല്ല. വല്ല നട്ട്സോ ഫ്രൂട്ട്സോ അതുപോലെ തന്നെ സാലഡ്സോ ഒരു ബോയിൽഡ് എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു മിഡ് മോർണിംഗ് ടൈമിലോ, അതുപോലെ തന്നെ വെള്ളം പോലെ എന്തെങ്കിലും ഒരു 2 മണി ഇടനേരത്തോ, അതുപോലെ 6 മണി ആ സമയത്ത് വെജിറ്റബിൾ സൂപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുന്നവരാണെങ്കിൽ
ഈവനിങ് സ്നാക്സ് കഴിക്കാതെ പോകുമ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ ബോട്ടിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതണം. വെള്ളം കരുതിയിട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് മൂവ്മെന്റ് ഒരു മണിക്കൂറിനുള്ളിൽ എങ്കിലും എണീറ്റൊന്ന് നടക്കാനായിട്ട് 1-2 മിനിറ്റ് മതി. ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡീപ് ബ്രീത്തിങ്, റിലാക്സേഷൻ വളരെ നല്ലൊരു എക്സസൈസ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഷുഗർ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ, എന്തെങ്കിലും ക്ഷീണോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ ലഞ്ചിന് മുമ്പോ അതുപോലെ തന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഫുഡ് കഴിച്ച് അല്ലാണ്ട് വൈകിയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തലകറക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യാവുന്നതാണ്. ഗ്ലൂക്കോസ് ലോയിലേക്ക് പോകുന്നുണ്ടോ, ഹൈപ്പോഗ്ലൈസിമിയ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ഇൻസുലിനും മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും ഇൻസുലിൻ സൂക്ഷിക്കുന്നതൊക്കെ ഫ്രിഡ്ജിലോ അങ്ങനെയുള്ള ഇതിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെഡിസിൻ ഒരു സ്ട്രിപ്പെങ്കിലും നമ്മുടെ കയ്യിൽ കരുതണം. സപ്പോസ് ധൃതി പിടിച്ച് ഇറങ്ങി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, മെഡിസിൻ കഴിക്കാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ വർക്ക് പ്ലേസിൽ എത്തിയാലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മെഡിസിൻ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വർക്ക് പ്ലേസിൽ പ്രത്യേകിച്ച് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മീൽ ബ്രേക്സ് കൊടുക്കുക, ഹെൽത്തി ഓഫീസ് സ്നാക്സ് ഹെൽത്തി ആക്കുക, ഫ്രൈ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് ഓഫീസുകളിലും മറ്റു ഓഫീസുകളിലും എല്ലാം തന്നെ ഹെൽത്തി സ്നാക്സ് പ്രൊമോട്ട് ചെയ്യുക. മീറ്റിംഗ്സ് വെറുതെ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാതെ വാക്കിംഗ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് സെക്ഷൻ ആക്കി വെക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവയർനെസ് സെക്ഷൻസ് ഒക്കെ ഫുഡിന്റെ കാര്യങ്ങൾ, ന്യൂട്രീഷൻ അവയർനെസ് ഒക്കെ വർക്ക് പ്ലേസിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എവരി സ്മോൾ എഫേർട്ട് കൗണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു ചേഞ്ചസ് വരും വലിയൊരു മാറ്റത്തിലേക്ക് തുടക്കമാകട്ടെ. വർക്ക് പ്ലേസിൽ ഒരാൾക്കും ഇനി ഡയബറ്റിക്കിന് മാനേജ് ചെയ്യാൻ ടെൻഷൻ ഇല്ലാതെ സമാധാനത്തോടുകൂടി മാനേജ് ചെയ്യാൻ കഴിയട്ടെ. ഈ വേൾഡ് ഡയബറ്റിക് ഡേയില് നമ്മൾ നമ്മളോട് തന്നെ ഒരു പ്രോമിസ് എടുക്കണം. ഹെൽത്ത് ഈസ് നോട്ട് സംതിങ് വി ഫിറ്റ് ഇൻ ടു അവർ ഷെഡ്യൂൾ, ഹെൽത്ത് ഈസ് ദ ഷെഡ്യൂൾ. ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കണം. നമ്മുടെ ഷെഡ്യൂളിനുള്ളിൽ ഫിറ്റ് ആയിരിക്കണം എന്നില്ല നമ്മുടെ ഹെൽത്ത്. സോ ഹെൽത്ത് ഷെഡ്യൂൾ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് ബിൽഡ് വർക്ക് പ്ലേസ് ദ സപ്പോർട്ടീവ് പീപ്പിൾ ലിവിംഗ് വിത്ത് ഡയബറ്റീസ്. ലെറ്റ്സ് ക്രിയേറ്റ് എ കൾച്ചർ വെയർ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് വെൽ ബീയിങ് കം ഫസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്, വി ടേക്ക് കെയർ ഓഫ് അവർ ഫാമിലീസ്, our future and our nation. I am Anita KP. My mission is to create a healthier, happier, diabetic-free nation through diet, lifestyle, and community support. If you want more guidance or wish to join my diabetic freedom community, click the link below. Share, comment, and subscribe. Thank you so much.